ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മലബാർ ജില്ലാ സമ്മേളനങ്ങളെ പറ്റിയാണ്. ഇത് ഒരുവിധപ്പെട്ട എല്ലാ പി എസ് സി പരീക്ഷയും ചോദിക്കുന്നുണ്ട്. ഒരു മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റിയ പോർഷനാണ്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തീരും. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. അതും PYQ. അപ്പം മലബാർ ജില്ലാ കോൺഗ്രസ് ആദ്യമായിട്ട് തുടങ്ങുന്നത് 16-ലാണ്. 16 തൊട്ട് 20 വരെ 5 സമ്മേളനങ്ങളാണ് ഉള്ളത്. അതിനകത്ത് ആദ്യം തുടങ്ങുന്നത് പാലക്കാട്, പിന്നെ കോഴിക്കോട്, തലശ്ശേരി, വടകര, മഞ്ചേരി, ഇങ്ങനെയാണ് പോകുന്നത്. 1916 പാലക്കാട് ജില്ലാ കോൺഗ്രസ്സിൽ ഹെഡായിട്ട് വന്ന ആളാണ് അനി ബസന്റ്. കോഴിക്കോടിൽ അതിൻ്റെ അധ്യക്ഷൻ CP രാമസ്വാമി അയ്യർ. തലശ്ശേരിയിൽ അധ്യക്ഷനായത് ആസാദ് അലി ഖാനും വടകരയിൽ KP രാമമേനോനും 20 മഞ്ചേരി കസ്തൂരംഗ അയ്യങ്കാറുമാണ്. ഇനി 1920 മലബാർ ജില്ലാ കോൺഗ്രസ്സിൽ സമ്മേളനത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇത് 5ാം മലബാർ ജില്ലാ സമ്മേളനമാണ്. അതിൻ്റെ പ്രസിഡന്റ് കസ്തൂരംഗ അയ്യങ്കാറാണെന്ന് പറഞ്ഞു. വേദി മഞ്ചേരിയുമാണ്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാർ ജില്ലാ കോൺഗ്രസ് പിളർന്നത് 1920 മഞ്ചേരി ജില്ലാ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീവ്രപരവും മിതപരമായിട്ടുള്ള ഘടകങ്ങൾ കാരണം, അതായത് 2 തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പിളർപ്പിന് കാരണമായത്. മഞ്ചേരിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ അഡീഷണൽ ഫാക്റ്റായിട്ട് പറയുന്നത് കുറച്ച് ചിത്രങ്ങളുടെ കാര്യമാണ്. ഇൻ മെമ്മോറിയൻ 1957 1857 എന്ന് പറഞ്ഞ ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റേണാണ്. ഇത് അഡീഷണൽ ഫാക്ട്സ് ആണ് കേട്ടോ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിനകത്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അതുപോലെ തന്നെ റിലീഫ് ഓഫ് ലക്നോ 1857 വരച്ചത് തോമസ് ജോൺസ് ബാർക്കറാണ്. ഇനി ഭാരത് മാത എന്ന് പറഞ്ഞ ചിത്രം വരച്ചത് അഭിനേന്ദ്രനാഥ് ടാഗോറും സതി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസുമാണ്. ഇത്രയൊക്കെയാണ് അഡീഷണൽ ഫാക്ട്സ്. പിന്നെ അഡീഷണലായിട്ട് ഒരു പോയിന്റ് കൂടെ പറയാം. ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധത്തിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മൾ ഹിസ്റ്ററിയിൽ ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അതിൻ്റെ കാലഘട്ടം, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഈ 3 കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ വിട്ടുപോകരുത്. പരീക്ഷയ്ക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നതിൽ തന്നെ ഒരു 80% ആൻസർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം നടന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1682 മുതൽ 1651 വരെയാണ്. മധ്യകാല ഇംഗ്ലണ്ടിലാണ് സംഭവം. ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ചാൾസ് I രാജാവാണ്. രാജാവിനും പാർലമെൻറ്റിനും ഇടയിൽ നടന്ന കോൺഫ്ലിക്റ്റ്, അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധത്തിൻ്റെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വീഡിയോ.